നമസ്കാരം. ഷഷ്ടിവ്രതത്തിലൂടെ സ്വയം പാപമുക്തി ലഭിക്കുന്നതിനൊപ്പം സന്താനഭാഗ്യം, സന്താന അഭിവൃദ്ധി എന്നിവയെല്ലാം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. സ്കന്ദഷഷ്ടി വ്രതാനുഷ്ഠാനത്തിലൂടെ ഭഗവാൻ സുബ്രഹ്മണ്യനെയാണ് പ്രീതിപ്പെടുത്തുന്നത്. സർവാഭീഷ്ടദായകമായ ഷഷ്ടിവ്രതത്തിലൂടെ ലഭിക്കുന്നതിന്റെ 6 ഇരട്ടി ഐശ്വര്യങ്ങൾ സ്കന്ദഷഷ്ടി അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്നു എന്നാണ് പറയുക. ജീവിതത്തിൽ പുരോഗതി, രോഗശാന്തി, തൊഴിൽപരമായ ഉന്നതി, ശത്രുരക്ഷ എന്നിവയെല്ലാം ഇതിൻ്റെ ഫലങ്ങളുമാണ്. അമ്മമാർ പ്രത്യേകിച്ചും ഈ വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അത് ആ കുടുംബത്തിനും ആ വീട്ടിലെ സന്താനങ്ങൾക്കും ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. പെട്ടെന്ന് ഫലം സ്കന്ദഷഷ്ടിയിലൂടെ നിങ്ങൾക്ക് സ്കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സ്വന്തം ഉന്നതിക്ക് വേണ്ടിയും മക്കളുടെ ഉന്നതിക്ക് വേണ്ടിയും ആചരിക്കുന്നു എന്ന് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. എന്താണ് സ്കന്ദഷഷ്ടിക്ക് പിന്നിലുള്ള ഐതിഹ്യം എന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിച്ചത് ഈ ദിവസമായാണ് എന്നാണ് വിശ്വാസം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ഇപ്രകാരമാണ്. ഒരിക്കൽ അവിവേകം മൂലം സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ ബന്ധനസ്ഥനാക്കി. ചെയ്തു പോയ അവിവേകത്തിനുള്ള പ്രായശ്ചിത്തമായി സുബ്രഹ്മണ്യൻ സർപ്പമായി മാറുകയും പിന്നീട് കാണാതാവുകയും ചെയ്തു. ഇതിൽ അമ്മയായ പാർവതി ദേവി ദുഃഖിതയായി. തന്റെ മകനെ തിരികെ ലഭിക്കുന്നതിനായി ശുക്ലഷഷ്ടി വ്രതം ആചരിക്കാമെന്നും തന്റെ പുത്രനെ ഭജിച്ചു കഴിയുമെന്നും ശിവന്റെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കുകയുണ്ടായി. ഷഷ്ടിയുടെ തലേ ദിവസം ഒരിക്കലെടുത്ത് പാർവതി ദേവി വ്രതം ആരംഭിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ തന്റെ മകനെ യഥാർത്ഥ രൂപത്തിൽ തിരികെ ലഭിക്കുന്നതിനായി പാർവതി ദേവി 108 ഷഷ്ടി വ്രതം എടുത്തു. 108 വ്രതങ്ങൾ പൂർത്തിയാക്കുന്നതായ ദിവസം സുബ്രഹ്മണ്യനെ സർപ്പരൂപത്തിൽ കണ്ടെത്തി. മഹാവിഷ്ണു ആ സർപ്പരൂപത്തിൽ സ്പർശിച്ചപ്പോൾ സ്വരൂപത്തിൽ സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് സ്കന്ദ ഷഷ്ടി ദിനത്തിൽ നാഗപ്രതിമ വെച്ച് സുബ്രഹ്മണ്യ പൂജ ചെയ്യുന്നത് ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. രാവിലെ 6 നാഴിക പുലരുന്നത് വരെ ഷഷ്ടിയുണ്ട് എങ്കിൽ അർക്കഷഷ്ടി എന്നും, അസ്തമയത്തിന് 6 നാഴിക മുൻപേ തുടങ്ങുന്ന ഷഷ്ടി സ്കന്ദഷഷ്ടി എന്നും അറിയപ്പെടുന്നതാണ്. വ്രതത്തിന്റെ ചിട്ടകൾ. സ്കന്ദഷഷ്ടിയുടെ തലേന്ന് വ്രതത്തിന്റെ ഒരുക്കം തന്നെ നിങ്ങൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. വ്രതത്തിന്റെ ചിട്ടകൾ പാലിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മത്സ്യ മാംസാദി ഭക്ഷണം കഴിക്കാതെ ബ്രഹ്മചര്യത്തോടെ കഴിയേണ്ടതും അനിവാര്യമാണ്. ഷഷ്ടി നാളിൽ അതിരാവിലെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തണം. പനിനീർ അഭിഷേകം ഉൾപ്പെടെ ലഘു വഴിപാടുകൾ നിങ്ങൾക്ക് നടത്താവുന്നതുമാണ്. ക്ഷേത്രത്തിൽ നിന്നും വന്നിട്ട് ഭക്ഷണം നിങ്ങൾ കഴിക്കുവാൻ പാടൂ. ക്ഷേത്രത്തിൽ നിന്നും വാങ്ങാൻ ലഭിക്കുന്ന ഉണക്കലരിച്ചോറ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി തൈര് കൂട്ടി കഴിക്കാം. വ്രതം അനുഷ്ഠിക്കുന്നതായ ദിവസം പകൽ നിങ്ങൾ ഉറങ്ങുവാൻ പാടുള്ളതല്ല. വൈകുന്നേരം വീണ്ടും ക്ഷേത്ര ദർശനം നടത്തണം. രാത്രി ഭക്ഷണം സന്ധ്യയോടെ പൂർത്തിയാക്കണം. വൃശ്ചിക മാസത്തിൽ ആരംഭിച്ച് തുലാം മാസത്തിൽ അവസാനിക്കുന്ന വിധത്തിൽ 9 വർഷം കൊണ്ട് 108 ഷഷ്ടി എന്ന നിലയിലുള്ള വ്രതാനുഷ്ഠാനം അതീവ ശ്രേയസ്കരമാണ്. പാല്, എണ്ണ, കരിക്ക്, ഭസ്മം എന്നിവ അഭിഷേകം നടത്തി വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ്. ഷഷ്ടി ദിനത്തിൽ മുരുകഭക്തർ സ്കന്ദപുരാണം വായിക്കുകയും സ്കന്ദഷഷ്ടി കവചം പാരായണം ചെയ്യുകയും ചെയ്യുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ്. ആ കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതായ ഒരു കാര്യമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് അടുത്തുള്ള മുരുക ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നതും അത് നിങ്ങളുടെ ദോഷ ദുരിതങ്ങൾക്ക് അവസാനമാകുന്നതിന് സഹായകരമായി തീരും. എന്നാൽ ഇന്നേ ദിവസത്തെ ഷഷ്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തിഥിയെ കുറിച്ചാകുന്നു. തിഥി ജൂൺ 1-നാണ് ഷഷ്ടി വരുന്നത്. അതായത് നാളെയാണ് ഷഷ്ടി.
ഷഷ്ടി തിഥി സമയം വരുന്നത് മെയ് 31 8:15 രാത്രി 8:15 ആരംഭിച്ച് ജൂൺ 1 തീയതി രാത്രി 8 മണിക്ക് അവസാനിക്കുകയും ചെയ്യും. വഴിപാടുകളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വഴിപാടുകളെയും ഫലസിദ്ധിയെയും കുറിച്ച് മനസ്സിലാക്കാം. മുരുകസ്വാമിയുടെ അഷ്ടോത്തര നാമങ്ങൾ, അതായത് അതിശക്തമായ 108 നാമങ്ങൾ അടങ്ങിയ സ്തോത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് മുരുകപ്രീതി നമ്മളിൽ 10 മടങ്ങ് വർദ്ധിക്കുവാൻ സഹായകരമായി തീരും. മുരുക കടാക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അഷ്ടോത്തര പുഷ്പാഞ്ജലി നടത്തുന്നത്. സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നത് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ഈശ്വരാധീനം നിലനിൽക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിങ്ങൾക്ക് നടത്താം. ഭാഗ്യദോഷങ്ങൾ വിട്ടകലാനാണ് സുബ്രഹ്മണ്യ കവച പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തുന്നത്. ശക്തമായ ശത്രുദോഷങ്ങൾ ഉള്ളവരാണ് എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിരോധിക്കുവാൻ സാധിക്കാതിരിക്കുന്നു എങ്കിൽ, അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് ഇത് നടത്താവുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ നടത്തുന്നത് അതീവ ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകും. ഷഷ്ടി ദിവസങ്ങളിൽ ചൊവ്വാഴ്ചകളിലൊക്കെ സഹസ്രകവച പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു. സുബ്രഹ്മണ്യ സ്തോത്ര പുഷ്പാഞ്ജലി ഭക്തരുടെ പക്കപ്പിറന്നാൾ ദിവസമോ മാസത്തിലെ അവസാന ചൊവ്വാഴ്ചകളിലോ നടത്തുന്നത് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഈ പുഷ്പാഞ്ജലി പ്രധാനമായും നടത്തുന്നത് കുട്ടികളുടെ അഥവാ നിങ്ങളുടെ സന്താനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി കൂടിയാണ് ഷഷ്ടിവ്രതം പ്രധാനമായും നോക്കേണ്ടത്. കുട്ടികൾക്ക് ആന്തരികമായ ഉണർവ് ഉണ്ടാവുകയും അവരെ ചുറ്റുമുള്ള ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ മാറി നിൽക്കുവാനും കുടുംബത്തിന് ഐശ്വര്യങ്ങൾ മാറ്റവുമാണ് ഷഷ്ടിവ്രതം നിങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ കൈവരാൻ പോകുന്നത്. ഷഷ്ടി സ്തോത്ര പുഷ്പാഞ്ജലി എന്തെന്നാൽ ഷഷ്ടിവ്രതം എടുക്കുകയും അതോടൊപ്പം തന്നെ നടത്തുകയും ചെയ്യുന്നത് വ്രതപുണ്യം ഇരട്ടിയാക്കുന്നു എന്നുള്ളതാണ്. ഷഷ്ടി ദേവി സ്തോത്രം ജപിക്കുന്നതും ഷഷ്ടി സ്തോത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും ഉത്തമം തന്നെയാണ്. ധനപരമായുള്ള ക്ലേശങ്ങൾ, ധനചോർച്ച മുതലായവയ്ക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പഞ്ചാമൃത വഴിപാടും നിങ്ങളുടെ പക്കപ്പിറന്നാൾ ദിവസവും അഥവാ ജന്മനക്ഷത്ര ദിവസവും പിറന്നാൾ ദിവസങ്ങളിലും നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. നാരങ്ങ, ശർക്കര, ചുക്ക്, ഏലയ്ക്ക, തേൻ മുതലായവ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധ കൂട്ടാണ് പാനകം. പാനക വഴിപാട് വഴി സുബ്രഹ്മണ്യന് നമ്മുടെ ജീവിതത്തിൽ ആന്തരികമായ എല്ലാ ദോഷങ്ങൾ മാറ്റുന്നതിനും ഉത്തമം തന്നെയാകുന്നു. ഷഷ്ടി ദിവസവും ചൊവ്വാഴ്ചയും പാനക വഴിപാട് നടത്തുന്നത് ഏറ്റവും ഉത്തമം തന്നെയാണ്. രാഹുകേതു ശനി ദോഷങ്ങൾക്കും ഇത് വളരെ ഉത്തമമായ വഴിപാട് തന്നെയാണ്. നിരന്തരമായ ദൃഷ്ടിദോഷം, ജിഹ്വാദോഷം എന്നിവ മാറി കിട്ടുവാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകവും നടത്തുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം നാളെ ശുദ്ധിയോടെ ഭഗവാനെ ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നാളെ തീർച്ചയായും ഏവരും കുടുംബസമേതം തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാളിക മുരുക ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാക്കുന്നു.